ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തു തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, ക്രിസ്തു അടച്ചാൽ ആർക്കും തുറക്കാനും കഴിയുകയില്ല. ഒരു വാക്യം വായിക്കാം. 1 കൊറിന്ത്യർ 15:20, 21, 22 വാക്യങ്ങൾ. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകയാൽ മരിച്ചവരുടെ പുനരുദ്ധാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഇതിൻ്റെ അവസാന വാക്യം 22ാമത്തെ വാക്യത്തിൽ ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും എന്നതാണ് നമ്മളുടെ കീ വാക്യം. അതായത് ആദാമിൽ എല്ലാവരും മരിക്കും, അതുകൊണ്ട് ആ ഭൂമിയിൽ ഉണ്ടാകുന്ന സകല മനുഷ്യനും മരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കും എന്നാണ് എഴുതിയേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ജീവിക്കും. ഇതിനു വേണ്ടിയാണ് ക്രിസ്തു മരണത്തെ രുചിച്ചത്, അല്ലെങ്കിൽ മരണത്തെ രുചിച്ചറിയേണ്ടി വന്നത്. അങ്ങനെ മരണത്തെ രുചിച്ചറിഞ്ഞിട്ട് ഒരു ജീവൻ്റെ പുനഃസ്ഥാപനം ഉണ്ടാക്കി. ആ പദ്ധതിക്ക് വേണ്ടി, ഈ ജീവൻ്റെ പുനഃസ്ഥാപനം ഉണ്ടാക്കാനുള്ള പദ്ധതിക്ക് വേണ്ടി മരണത്തെ രുചിച്ച് അറിയേണ്ടി വന്ന് ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടുവാൻ വേണ്ടി എന്ന പദ്ധതിക്ക് വേണ്ടി കർത്താവായ ദൈവം കന്യകയിൽ നിന്ന് ശരീരമെടുത്ത് മനുഷ്യ അവതാരം പ്രാപിച്ചു. ഈ വരവിന് ചില പ്രത്യേക ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ആ ഉദ്ദേശങ്ങളെക്കുറിച്ച് 1-2 വീഡിയോകൾ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഒന്നാമത്തെ ഉദ്ദേശം ലൂക്ക 19:10. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ ദൈവപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കുവാനാണല്ലോ ദൈവപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. ഏതാണ്ട് കാണാതെ പോയി. അങ്ങനെയല്ലേ അവിടെ എഴുതിയേക്കുന്നത്? ഏതാണ്ട് കാണാതെ പോയി. ഞാൻ പ്രിയ സഹോദരങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഇതിനകത്ത് വലിയ ഡീപ്പ് മനുഷ്യന് മനസ്സിലാകാത്ത കടിച്ചപ്പെട്ടാത്ത അർത്ഥം അന്വേഷിച്ച് പോകരുത്. ഇത് വളരെ ലളിതമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കിയേ. ഇവിടെ എഴുതിയേക്കുന്നത് കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിക്കുവാനാണല്ലോ മനുഷ്യപുത്രൻ വന്നത്. ഏതാണ്ട് കാണാതെ പോയി. എന്നതാ കാണാതെ പോയത്? അതായത് സംഭവം ഇത്രേ ഉള്ളൂ. അവൻ്റെ, അതായത് ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് കാണാതെ പോയി. ആത്മാവ് കാണാതെ പോകുമോ? പെന്തക്കോസ്തുകാർക്കുണ്ടാകുന്ന സംശയമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കാതെ പോയി. അതാണ് അതിൻ്റെ കറക്റ്റ് അർത്ഥം. ഈ മൂലഭാഷകളിൽ നിന്ന് ഇങ്ങോട്ട് തർജ്ജിമ ചെയ്ത് വരുമ്പോൾ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതിനകത്ത് ഒന്നാമത്തെ കാര്യം, ഹീബ്രുവിൽ 22 അക്ഷരം ഉള്ളതെന്നാണ് പറയുന്നത്, ഗ്രീക്കിൽ 23 അക്ഷരം ഉണ്ടെന്ന് പറയുന്നത്, ഇംഗ്ലീഷിൽ 26 അക്ഷരമുണ്ട്, തമിഴിൽ 220 അക്ഷരമുണ്ട്, മലയാളത്തിൽ 246 അക്ഷരമുണ്ട്. ഈ അക്ഷരം കൂടും തോറും പ്രശ്നങ്ങൾ കൂടുക. ഇന്നും ഇംഗ്ലീഷിലെ ചില വാക്കുകളോട് കടപിടിക്കാൻ പറ്റുന്ന വാക്കുകൾ മലയാളത്തിലില്ല. അതുതന്നെ ഹീബ്രുവിലും ഗ്രീക്കിലും അതിനോട് കടപിടിക്കാനുള്ള വാക്കുകൾ ഇംഗ്ലീഷിൽ പോലും ഇല്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവർത്തനമില്ലാതെ പോയി. ഈ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കാതിരിക്കുമ്പോൾ തന്നെ മനുഷ്യൻ്റെ ജീവിതം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു, ജീവൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇനി യോഹന്നാൻ 10:10 വായിച്ചേ. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. അതായത് സമൃദ്ധിയായ ജീവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജീവൻ എന്നതിനർത്ഥം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും, അത് നമുക്ക് ഗ്രഹിച്ചാലേ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ ജീവൻ ഉണ്ടാകുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനി കൊളോസ്യ ലേഖനം 1:13-14 വായിച്ചേ. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. അവരിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അതിൻ്റെ അവസാനത്തെ വാക്യം എഴുതിയേക്കുന്ന ആ പുത്രന് നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അതായത് ഈ ഏദൻ തോട്ടത്തിൽ നിന്ന് ആദ്യ മാതാപിതാക്കളെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവിടെ തിരിച്ചു കയറാതിരിക്കാൻ വേണ്ടി കെരൂബുകളെയും കറങ്ങുന്ന വാളിൻ്റെ ജ്വാലകളെയും അവിടെ ആക്കി എന്ന് നമ്മൾ ഉൽപ്പത്തി 1:24 വായിക്കുന്നു. കെരൂബുകളും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലകളും. അങ്ങോട്ട് കയറാൻ പറ്റിയല്ല. പിന്നെ ഈ അങ്ങോട്ട് കയറാൻ പറ്റാത്തടത്ത് ഈ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജാലകളുടെ ഇടയ്ക്കൂടെ പോയി തലയിട്ടാൽ മനുഷ്യൻ തീർന്നു പോകും. ഇത് ദൈവം സ്ഥാപിച്ചേക്കുന്ന സംഭവമാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവിൽ കൂടെ തിരിച്ചു കയറാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ക്രിസ്തു വന്നത്.
അതായത് തീരുമാനങ്ങൾക്കൊന്നും മാറ്റമില്ല, പക്ഷെ തീരുമാനത്തിൽ കൂടെ വഴികളുണ്ടാക്കും. ദൈവം ഒരു കാര്യം പറഞ്ഞത് തന്നെയാണ്, പറഞ്ഞതിനകത്തൊന്നും മാറ്റമില്ല, പക്ഷേ ആ തീരുമാനത്തിൽ കൂടെ തന്നെ വഴികളുണ്ടാക്കും. ഈ തിരിഞ്ഞുകൊണ്ടിരുന്ന വാളിൻ്റെ ജാല അവിടെ സ്ഥാപിച്ചു, കെരൂബുകളെ സ്ഥാപിച്ചു, മനുഷ്യനെ അകത്ത് കയറ്റാത്ത രീതിയിലാക്കി. പക്ഷേ കാലസമ്പൂർണ്ണതയിൽ പുത്രനായ യേശുക്രിസ്തു വന്നു, ഉള്ളിൽ പ്രവേശിക്കാൻ വഴിയുണ്ടാക്കി, തിരിച്ചു കയറി ജീവിക്കാനുള്ള വഴിയുണ്ടാക്കി. അതെന്താണെന്ന് യെശയ്യാവ് 22 നോക്കിക്കേ. അനന്തരം ഞാൻ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ അയാളുടെ തോളിൽ വെക്കും. അയാൾ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അയാൾ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. ഈ അയാൾ ആരാ? ഞാൻ 21 പറയുന്നു, അയാളെ ഞാൻ നിൻ്റെ അങ്കി ധരിപ്പിക്കും, നിൻ്റെ അരക്കച്ച കൊണ്ട് അയാളുടെ അരകെട്ടും, നിൻ്റെ അധികാരം ഞാൻ അയാൾക്ക് നൽകും. യെരൂശലേം നിവാസികൾക്കും യഹൂദാ ഗൃഹത്തിനും അയാളൊരു പിതാവായി തീരും. അനന്തരം ഞാൻ ദാവീദ് ഗൃഹത്തിൻ്റെ താക്കോൽ അയാളുടെ തോളിൽ വെക്കും. അയാൾ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അയാൾ അടച്ചാൽ ആരും തുറക്കുകയില്ല. അപ്പോൾ ഇത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. നീ തുറന്നാലത് അടയ്ക്കുവതാരോ, നീ അടച്ചാലത് തുറക്കുവതാരോ. പ്രാർത്ഥിക്കാം. കർത്താവ് ഒരു വഴി തുറന്നാൽ തുറന്നതാണ്, കർത്താവ് ഒരു വഴി അടച്ചാൽ അടച്ചതുമാണ്. എന്നെ ഇപ്പോൾ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര സഹോദരി, താങ്കളിപ്പോൾ നേരിടുന്ന വിഷയത്തിൽ, താങ്കൾ ഭാരത്തോടെ ഇരിക്കുന്ന വിഷയത്തിൽ ഒരു വഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യമെങ്കിലും ക്രിസ്തു ഒരു വഴി തുറന്നാൽ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ക്രിസ്തു താങ്കൾക്കൊരു വഴി തുറക്കട്ടെ. ക്രിസ്തു തുറന്നാൽ അത് ആർക്കും അടയ്ക്കാൻ കഴിയില്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, അങ്ങൊരു വഴി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവർക്ക്, അല്ലെ പ്രിയപ്പെട്ട സഹോദരന സഹോദരിക്ക്, അവരുടെ ജീവിതത്തിൽ ക്രിസ്തു ഒരു വഴി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ ബന്ധിക്കുന്ന, അവർ ഭാരപ്പെടുന്ന, അവരെ ആകുലപ്പെടുത്തുന്ന ഈ വിഷയത്തിൽ ഒരു വഴി ക്രിസ്തുവിൽ നിന്ന് തുറക്കുവാൻ ദൈവം സഹായിക്കണമേ. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് സകലതും സമർപ്പിച്ച നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയാലും കരുണയാലും നടത്തണമേ. കർത്താവെല്ലാം യോഗ്യമായി ചെയ്ത് അനുഗ്രഹിക്കണമേ, കൃപയാൽ നടത്തണമേ. എൻ്റെ കർത്താവേ, അങ്ങെല്ലാം മനോഹരമായി ചെയ്യുന്ന ദൈവമാകെ ആ സ്തോത്രം. കർത്താവെ, കേൾവിക്കാരിൽ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം യോഗ്യമായി ചന്തമായി ചെയ്ത് അനുഗ്രഹിക്കണം, കൃപയാൽ നടത്തണം, വിടുതൽ നടക്കണം. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.